പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തളരാതെ തലസ്ഥാനത്തേക്ക്. കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ചിനിടെ വ്യാപക സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ കർഷകർ നീക്കി. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. വൻ സുരക്ഷാ വലയത്തിലാണ് പഞ്ചാബിൽ നിന്ന് കർഷക മാർച്ച് പുറപ്പെട്ടത്. അംബാല ദേശീയപാതയിൽ പ്രവേശിച്ച കർഷക മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പോലീസ് തടഞ്ഞു. മണിക്കൂറുകളോളം പോലീസും കർഷകരും തെരുവിൽ ഏറ്റുമുട്ടി. പോലീസിന്റെ ബാരിക്കേഡുകൾ നീക്കിയ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു. ഹരിയാനയിലെ കുരുക്ഷേത്രയിലും പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകർ നീക്കിയത് സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. 1500 ട്രാക്ടറുകൾ 500 വാഹനങ്ങളുമായി 6 മാസത്തേക്കുള്ള റേഷനും ഇന്ധനവുമെല്ലാം കയ്യിൽ കരുതിയാണ് ഡൽഹിയിലേക്ക് മാർച്ച് നീങ്ങുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഡൽഹിയിലും ഹരിയാനയിലെ 7 ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിളകൾക്ക് മിനിമം താങ്ങുവില, ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് കർഷക സംഘടനകൾ നിലപാടെടുത്തു. അതിനിടെ മിനിമം താങ്ങുവിലയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മാർച്ചിൽ പ്രശ്നമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചാൽ പിന്തുണയുമായി തങ്ങളുള്ളത് ഓർക്കണമെന്ന് രാകേഷ് ടിക്കായത്ത് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. കർഷകർക്ക് ഹരിയാനയിലൂടെ കടന്നുപോകാൻ അവകാശമുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വ്യക്തമാക്കി. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമെന്ന് കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി. ഐതിഹാസികമായ ആദ്യ കർഷക സമരത്തിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഡൽഹി അതിർത്തികളിൽ. കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉയർത്തി മുള്ളുവേലികൾ സ്ഥാപിച്ചുമാണ് സമരത്തെ പ്രതിരോധിക്കാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം. സിംഗു അതിർത്തിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. വ്യവസായ നയം CMRLന് അനുകൂലമാവാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രി CMRLന് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കാണ് വീണയ്ക്ക് മാസപ്പടി ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. CMRLന് കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന രേഖകളും പുറത്തുവിട്ടു. മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. 1000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ ഖനനത്തിന് 2004-ൽ UDF സർക്കാർ അനുമതി നൽകി. പിന്നാലെ കരാർ പിൻവലിച്ചു. 2004 മുതൽ LDF UDF സർക്കാരുകൾ എടുത്ത സമീപനത്തിന് വിരുദ്ധമായി CMRLന് വേണ്ടി പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല, അദ്ദേഹത്തിന്റെ വകുപ്പല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത്? കരാർ ലഭിക്കാനായി 2016 ഡിസംബർ മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL നിന്ന് പണമെത്തി തുടങ്ങിയെന്നും മാത്യു. 20/12/2016 മുതൽ വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ CMRL നൽകിയ 2/3/2017 ആയപ്പോൾ ഈ 5 ലക്ഷം കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 3 ലക്ഷം രൂപ വീതം വീണ്ടും CMRL കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CMRLന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ ഫയലുകളിൽ നേരിട്ട് പരിശോധന നടത്തി പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചെന്നും തെളിവുകൾ പുറത്തുവിട്ട മാത്യു പറഞ്ഞു. നിയമസഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാത്ത സ്പീക്കർക്കും രൂക്ഷ വിമർശനം. ഒരു അംഗത്തിന്റെ അവകാശം നിഷേധിക്കുക, ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി. ഇപ്പോൾ പുറത്തുവന്നത് തട്ടിപ്പിന്റെ ഒരു ഭാഗം മാത്രമെന്നും ബാക്കി പിന്നാലെ വരുമെന്നുമാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. മാത്യു കുഴൽനാടന്റെ ആരോപണം സ്വന്തം മുന്നണിക്ക് നേരെയെന്ന് മന്ത്രി P. രാജീവ്. 2002-ൽ UDF കാലത്താണ് ഖനനത്തിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് CMRLന് നൽകാമെന്ന് അന്ന് തന്നെ ഉത്തരവിറക്കി. സ്വകാര്യ കമ്പനിക്ക് നൽകാമെന്ന് സുപ്രീം കോടതിയും വിധിച്ചു. മാത്യു കുഴൽനാടൻ ആദ്യം ചോദിക്കേണ്ടത് ഖനനാനുമതി നൽകിയ മുതിർന്ന കോൺഗ്രസ് നേതാവിനോടാണെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉണ്ടയുള്ള വെടി തന്നെയാണ് വച്ചിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ മൈനിങ് ലീസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്.
മാസപ്പടി വിവാദത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ നിശബ്ദത ദുരൂഹമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. വിശദീകരണം നൽകണമെന്ന നോട്ടീസ് KSIDC അവഗണിച്ചു. ഹൈക്കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് ROCയുടെ രൂക്ഷ വിമർശനം. ഷോൺ ജോർജിന്റെ പരാതിയിലാണ് ROC KSIDCയോട് വിശദീകരണം തേടിയത്. എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി ലഭിച്ചില്ല. ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞ ശേഷം KSIDCയുടെ ഇമെയിൽ കിട്ടി. അതിൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സ്വയം പ്രതിരോധിക്കാൻ പോലും KSIDC മെനക്കെട്ടില്ല. നിശബ്ദത ദുരൂഹതകൾ ഉണർത്തുന്നതാണെന്നും ROC ചൂണ്ടിക്കാട്ടുന്നു. KSIDCയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിലുണ്ടെന്ന് CMRL അറിയിച്ചിരുന്നു. കേസിൽ പൊതുതാൽപര്യമില്ലെന്ന KSIDCയുടെ വാദം നിലനിൽക്കില്ല. CMRL കമ്പനിയിലെ രണ്ടാമത്തെ ഷെയർ ഹോൾഡറാണ് KSIDC. പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതുതാൽപര്യമുണ്ട്. ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ROC സത്യവാങ്മൂലത്തിൽ പറയുന്നു. 24 കൊച്ചി. ലാവ്ലിൻ കേസിൽ ആരോപണവുമായി BJP നേതാവ് ഷോൺ ജോർജ്. കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ R. മോഹൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറാണ്. കുറ്റവിമുക്തനാക്കിയതിന് പ്രത്യുപകാരമായാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനമെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഈ R. മോഹൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണ്ടേ? ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട്. ഇങ്ങനത്തെ ഫേവറുകൾ വാങ്ങിക്കുന്ന ഒരാൾ അയാൾ സർവീസിലിരുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ കരുതുന്നു. അത് സംബന്ധിച്ച് പരാതി നൽകും. ഷോൺ ജോർജിന് മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ R. മോഹൻ രംഗത്തെത്തി. താൻ ആദായനികുതി വകുപ്പിലെ പരമോന്നത ഉദ്യോഗസ്ഥനായിരുന്നില്ല. എന്തെങ്കിലും ആനുകൂല്യത്തിനായി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ തന്നെ നിയമിച്ചു എന്ന വാദം വാസ്തവവിരുദ്ധമാണ്. സർക്കാരിൽ നിന്ന് ₹1 വേതനമോ അലവൻസോ കൈപ്പറ്റിയിട്ടില്ല എന്നും R. മോഹൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചർച്ചയ്ക്ക് തീരുമാനമായി. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ച നടത്താൻ ധാരണയായത്. സംസ്ഥാന പ്രതിനിധികൾ നാളെ ഡൽഹിയിലെത്തുമെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. കേരളത്തിന്റെ സ്യൂട്ട് ഹർജി സുപ്രീം കോടതി ഈ മാസം 19-ന് പരിഗണിക്കും. ഇടക്കാല ആശ്വാസത്തിനായി ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ PF നൽകുന്നതിലടക്കം പ്രതിസന്ധി നേരിടുമെന്ന് കേരളം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ചർച്ചകളുടെ സാധ്യതകളിലേക്ക് സുപ്രീം കോടതി കടന്നത്. സംസ്ഥാന ധനകാര്യ സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയില്ലേ എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചതോടെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ സമ്മതം പ്രകടിപ്പിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. സംസ്ഥാന ധനമന്ത്രി ഔദ്യോഗിക തിരക്കുകളിലാണെന്നും പ്രതിനിധി സംഘം നാളെ ഡൽഹിയിൽ എത്തുമെന്നും കപിൽ സിബൽ വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി പ്രതിനിധി സംഘം ചർച്ച നടത്തും. ധനനയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാനവും കേന്ദ്രവുമായുള്ള ചർച്ചകളിലെ തീരുമാനം പരിശോധിച്ച ശേഷമായിരിക്കും ഹർജിയിൽ സുപ്രീം കോടതി ഇടപെടുക. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഫലം കാണാതെ കാട്ടാന ദൗത്യം. തുടർച്ചയായ 3-ാം ദിനവും ഫലം കാണാതെ മിഷൻ ബേലൂർ മക്ന. ആന കാട്ടിക്കുളം മണ്ണുണ്ടിക്കും ബേഗൂരിനും ഇടയിലെ വനമേഖലയിൽ തുടരുകയാണ്. മുൾപടർപ്പുകൾ നിറഞ്ഞ അടിക്കാടാണ് ദൗത്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ദൗത്യം 3-ാം നാൾ. റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത് രാവിലെ 5:15-ന്. കാട്ടിക്കുളം കുട്ട വനപാതയിലെ ഇരുമ്പുപാലത്തിന് പിറകിലുള്ള വനമേഖലയിൽ ആനയുണ്ടെന്ന് വിവരം. ആദ്യം ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിലേക്ക്, പിന്നീട് RRT സംഘം, ഇതിനു പിന്നാലെ വെറ്റിനറി സംഘം. ഇതിനിടയിൽ ആന മണ്ണുണ്ടി ഭാഗത്തേക്ക് നീങ്ങി. മയക്കുവെടി വെക്കാനുള്ള നീക്കം സജീവമാക്കി വനം വകുപ്പ്. മണ്ണുണ്ടി പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി. പക്ഷേ ആന മറ്റൊരു ദിശയിലേക്ക് മാറി. പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം. ആനയുടെ ദൃശ്യം ലഭിച്ചു. മുൾപടർപ്പ് നിറഞ്ഞ 2 ആൾ പൊക്കത്തിലുള്ള പൊന്തക്കാടുകൾക്കിടയിലൂടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദുഷ്കരമായ തിരച്ചിൽ. ആന ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ പായുന്നതും പ്രതിസന്ധി. ഒടുവിൽ കുങ്കിയാനകളെയും രംഗത്തിറക്കി. പക്ഷേ അതും ഫലം കണ്ടില്ല. 3-ാം നാളിലെ ദൗത്യം ഇരുൾ വീണതോടെ അവസാനിച്ചു. നാളെയും തുടരും മിഷൻ ബേലൂർ മഗ്ന. ദുഷ്കരമായ സാഹചര്യത്തെ മറികടന്ന് ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വനം വകുപ്പിന്, നാട്ടുകാർക്ക്. ഹർത്താൽ ആചരിച്ചും പ്രതിഷേധ പ്രകടനം നടത്തിയും ജനരോഷം മറുഭാഗത്ത്. ഇന്ന് ജില്ലയിൽ കടകൾ ഭാഗികമായി അടഞ്ഞുകിടന്നു. 24 വയനാട്.
മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. ചാലിയാർ പഞ്ചായത്തിലെ കോണംഡ സ്വദേശി ദേവനാണ് പരിക്കേറ്റത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ്? ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ തണ്ണിപ്പോയിൽ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന ഭാഗത്തേക്ക് മുള വെട്ടുന്നതിന് വേണ്ടി പോയതായിരുന്നു ആദിവാസി യുവാവായിട്ടുള്ള ദേവൻ എന്ന് പറയുന്ന ഇയാൾ. അതിനിടയിൽ അപ്രതീക്ഷിതമായി കാട്ടാനയുടെ മുൻപിൽ പെടുകയായിരുന്നു. ഉടൻ തന്നെ തിരിച്ച് ഓടുന്നതിനിടയിൽ സമീപത്തെ തോടിലേക്ക് ഈ ദേവൻ വീഴുകയുണ്ടായി. അപ്പോൾ ആന ചവിട്ടുകയും തുടർന്ന് തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ യുവാവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളും ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇയാളെ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ഇദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നെഞ്ചിന് ക്ഷതവും ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ നിലവിൽ ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്ന ഈ പ്രദേശം എന്നുള്ളത് സ്ഥിരമായി കാട്ടാന വരുന്ന ഒരു ഭാഗമാണ്, വനാതിർത്തിയോട് ചേർന്ന ഭാഗമാണ്. പകൽ സമയങ്ങളിൽ കാട്ടാന വരാറില്ല, പക്ഷെ രാത്രി കാലങ്ങളിൽ ഇറങ്ങാറുണ്ടെങ്കിലും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായാണ് പകൽ സമയത്ത് കാട്ടാൻ എത്തുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ നിലവിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വീഴ്ച ആരോപിച്ച് വനമന്ത്രിയുടെ വസതിയിലേക്ക് MLA-മാർ മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. വനമന്ത്രിയുടെ നിഷ്ക്രിയത്വം മലയോര ജനതയെ ബാധിച്ചെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ബഹുമാനായ വനം മന്ത്രി വയനാടിൻ്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ്. അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ്, ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ നേരിടുന്നത്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല. കണ്ണൂർ കൊട്ടിയൂർ പന്യാമലയിലിറങ്ങിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി. കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കാല് കുടുങ്ങിയ നിലയിലായിരുന്നു കടുവ. പൂർണ്ണ ആരോഗ്യമില്ലാത്തതിനാൽ കടുവയെ ഉടൻ വനത്തിലേക്ക് തുറന്നുവിടില്ലെന്ന് വനവകുപ്പ് അറിയിച്ചു. വയനാട്ടിൽ ആളെക്കൊല്ലിയ ആനയാണെങ്കിൽ ഏറെ ദൂരെയല്ലാത്ത കൊട്ടിയൂരിൽ കാടിറങ്ങിയത് കടുവ. രാവിലെ ടാപ്പിംഗ് ജോലിക്ക് പോയ തൊഴിലാളിയാണ് കടുവയെ ആദ്യം കണ്ടത്. പുള്ളി പോയി വരുമ്പോൾ വഴി കിടക്കുന്നതാണ് കാണുന്നത്. അവിടെ നിന്ന് പുള്ളി പേടിച്ച് പോയിട്ട് വേറൊരാളെ കൂട്ടിക്കൊണ്ട് വന്നു. അന്നേരം അത് രണ്ടുപേരും കൂടെ കണ്ടപ്പോൾ തന്നെ ഇത് എന്തൊരു കാർച്ചയും കയറിയിട്ട് തൊട്ട് മേളിലേക്ക് കയറി കിടക്കുകയാണ്. വലതുകാൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചു. വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സംഘം 11 മണിയോടെ മയക്കുവെടി വെച്ചു. 30 മിനിറ്റിന് ശേഷം വാഹനത്തിൽ സജ്ജീകരിച്ച കൂടിലേക്ക് കടുവയെ മാറ്റി. വന്യമൃഗങ്ങൾ സ്ഥിരമായി പന്യാമലയിലെ ജനവാസ മേഖലയിൽ എത്താറുണ്ട്. കടുവയെ പിടികൂടിയെങ്കിലും നാട്ടുകാരുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. 3 ആഴ്ചക്കുള്ളിൽ 4 പട്ടികളെ പിടിച്ചു. അവിടെ ഈ കടുവ ശല്യമുണ്ട്. അന്ന് തൊട്ട് ഫോറസ്റ്റുകാർ വന്നിട്ട് അവിടെ ഒരു പട്ടിക്ക് ചികിത്സിക്കുകയും കാര്യങ്ങളൊക്കെ നടത്തി. ഇത് മലയോര മേഖലയിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ണടച്ച്. ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിനോട് പറയണം. ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരോട് പറയും? ഇതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ. ഇവര് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങൾ മനുഷ്യനേക്കാളും വിലയാണ് മൃഗങ്ങൾക്ക്. കടുവയെ ഉടൻ വനത്തിലേക്ക് ഇറക്കിവിടേണ്ടതില്ലെന്നാണ് വനംവകുപ്പിന്റെ തീരുമാനം. കടുവയുടെ ആരോഗ്യനില സംബന്ധിച്ച് വെറ്റിനറി ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ വനംവകുപ്പ് അന്തിമ തീരുമാനമെടുക്കും. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലെത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചു. UAE-യിൽ UPI റുപേ കാർഡ് സർവീസുകളുടെ പ്രവർത്തന ഉദ്ഘാടനം പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റും ചേർന്ന് നിർവഹിച്ചു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി അബുദാബിയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന 7ാമത്തെ UAE സന്ദർശനമാണിത്. ഇന്ന് ഉച്ചയ്ക്ക് അബുദാബിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ഇരുവരും ഖസർ അൽ വതൻ കൊട്ടാരത്തിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളിലും നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള കരാറുകളിൽ ഇരുവരും ഒപ്പുവച്ചു. അബുദാബിയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി UAE പ്രസിഡന്റിന് നന്ദി അറിയിച്ചു. ഷെയ്ഖ് മുഹമ്മദിന്റെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാവില്ലായിരുന്നുവെന്നും മോദി പറഞ്ഞു. അതോടൊപ്പം UPI റുപേ കാർഡ് സർവീസുകളുടെ പ്രവർത്തന ഉദ്ഘാടനം ഇരുവരും ചേർന്ന് നിർവഹിച്ചു. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ പ്രവാസി ഇന്ത്യക്കാരെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. നാളെ രാവിലെ ലോക സർക്കാർ ഉച്ചകോടിയിലും ഉച്ചയ്ക്ക് ശേഷം BAPS ഹിന്ദു മന്ദിറിന്റെ സമർപ്പണ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് മോദി ഖത്തറിലേക്ക് യാത്ര തിരിക്കും. 24 ദുബായ്.
പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ. മികച്ച നവാഗത ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ്, ദേശീയ ഉദ്ഗ്രഥനത്തെക്കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള നർഗീസ് ദത്ത അവാർഡ് എന്നിവയുടെ പേരാണ് മാറ്റിയത്. സംവിധായകൻ പ്രിയദർശൻ അംഗമായ സമിതിയുടേതാണ് ശുപാർശ. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ എന്താണ്? രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഈ പേരുമാറ്റത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? റീജിത്ത്, ഡിസംബറിലാണ് ഈ പാനൽ അന്തിമ ശുപാർശ കൈമാറിയത്. ആ കൈമാറിയത് പ്രകാരം ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേരുകളാണ് ഈ അവാർഡിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. മികച്ച നവാഗത ചിത്രത്തിനുള്ള അവാർഡ് അത് ഇന്ദിരാഗാന്ധിയുടെയും പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ദേശീയ ഉദ്ഗ്രഥനത്തിനെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡിൽ നിന്ന് നർഗീസ് ദത്തയുടെ പേരുകളുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി ആ ചിത്രങ്ങൾ ഒരു സംവിധായകന്റെ എന്ന പേരിലും മികച്ച ഫീച്ചർ ഫിലിം എന്ന പേരിലുമായിരിക്കും അവാർഡുകൾ വിതരണം ചെയ്യുക. അതിൽ നിന്ന് ഈ രണ്ട് പേരുടെ പേരുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത്. ഈ IRB മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി നീർജ ശേഖറാണ് ഈ ഒരു പാനലിന്റെ അധ്യക്ഷനായിരിക്കുന്നത്. എന്തായാലും ആ പാനലിന്റെയാണ് ശുപാർശ. ഒപ്പം തന്നെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനുള്ള പാരിതോഷികം അത് 10 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. റീജിത്ത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃപ്പൂണിത്തുറ ചൂരക്കാട്ടെ പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. സബ് കളക്ടർ കെ മീരയ്ക്കാണ് അന്വേഷണ ചുമതല. വെടിമരുന്ന് സൂക്ഷിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് എന്നാണ് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കേസിൽ പിടിയിലായ 4 പ്രതികളെ റിമാൻഡ് ചെയ്തു. സ്ഫോടനത്തെ തുടർന്നുണ്ടായ ആഘാതത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. അലക്ഷ്യമായി വെടിമരുന്ന് കൈകാര്യം ചെയ്തത് സ്ഫോടനത്തിന് വഴിവെച്ചെന്നാണ് കണ്ടെത്തൽ. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കണമെന്നും ഫയർഫോഴ്സ് ശുപാർശ ചെയ്തു. പൊട്ടിത്തെറിയുടെ കാരണം തേടി വിദഗ്ധ സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തും. ജില്ലാ ഭരണകൂടവും മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിച്ചു. മരടും പുറ്റിങ്ങലുമെല്ലാം ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. അപ്പോഴും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? കൃത്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ അപകടങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ അപകടം പോലും സൂചിപ്പിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. പുതിയകാവ് ക്ഷേത്രം സെക്രട്ടറി ഉൾപ്പെടെ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ഉടൻ കീഴടങ്ങുമെന്നാണ് സൂചന. അപകടത്തിൽ ഇതുവരെ 2 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 25 പേരിൽ 3 പേർ മെഡിക്കൽ കോളേജിലും 4 പേർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ബാക്കിയുള്ളവർ വീട്ടിലേക്ക് മടങ്ങി. 24 കൊച്ചി. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന് സംബന്ധിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. പ്രതിസന്ധി താൽക്കാലികമാണെന്നും കേന്ദ്രവിഹിതത്തിലെ കുറവാണ് കാരണമെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. കുത്തക കമ്പനികൾക്ക് വേണ്ടി സർക്കാർ സപ്ലൈകോയ്ക്ക് ദയാവധം വിധിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സപ്ലൈകോ വിൽപ്പനശാലകളിലെ പ്രതിസന്ധിയും സർക്കാർ അവഗണനയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സപ്ലൈകോയെ തകർക്കുന്നത് ഭരണപക്ഷത്തെ മുൻനിരയിലിരിക്കുന്നവരാണെന്ന് ഷാഫി പറമ്പിൽ. കേരളത്തിൽ വിലക്കുറവുണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്, ബാക്കി എല്ലാത്തിനും വില വർധനയാണ്. അങ്ങ് എത്ര കത്തെഴുതിയിട്ടും ഈ പണം ഈ സർക്കാർ തരുന്നില്ലെങ്കിൽ, ധനവകുപ്പ് അതിന് പരിഗണിക്കുന്നില്ലെങ്കിൽ, അങ്ങയുടെ കൈയെഴുത്ത് നന്നായി എന്ന് CPI സംസ്ഥാന കൗൺസിലിന് തോന്നിയിട്ടും ജനങ്ങളുടെ തലയിലെഴുത്ത് മോശമായി തുടരുന്നു എന്നുള്ള വസ്തുത ദയവായി അംഗീകരിക്കണം. സപ്ലൈകോയിൽ 2 മാസമായി അവശ്യ സാധന ക്ഷാമമുണ്ടെന്ന് മന്ത്രി GR അനിൽ സമ്മതിച്ചു. ഇന്ന് കേരളത്തിൽ വിപണി ഇടപെടലിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 മാസമായി ചില ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യല്ലേ. നികുതി വിഹിതവും നഷ്ടപരിഹാരവും അടക്കം സംസ്ഥാനത്തിന് 57,000 കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത്. 3,000 കോടിയാണ് സപ്ലൈകോയ്ക്ക് നൽകാനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പൊ കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവധം ഒരുക്കി കൊടുക്കുകയാണ്. സപ്ലൈകോ തകർത്ത് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത് നിങ്ങളാണ്. 2,500 കോടി രൂപ മുതൽ 3,000 കോടി രൂപ വരെ ബാധ്യതയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED സമൻസിന്റെ കാലാവധി നീട്ടണമെന്ന മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കില്ല എന്നും കോടതി. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്തുമെന്ന് ED. തോമസ് ഐസക് സാവകാശം തേടിയതോടെ കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി.
ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലബീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ ബിജെപിയിൽ ചേർന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അശോക് ചവാൻ അംഗത്വം നൽകി. നാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം നൽകിയേക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. പാലക്കാട് കഞ്ചിക്കോട് വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. JEE മെയിൻ 2024 ആദ്യ സെഷൻ സ്കോർ പ്രസിദ്ധീകരിച്ചു. അതുൽ PT ആണ് ഒന്നാമൻ. പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ 9 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് 99.9% സ്കോർ നേടിയത്. NTA നടത്തിയ 2024 വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് ഇത്തവണയും അഭിമാന നേട്ടം. ആദ്യ സെഷൻ ഫലം വന്നപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി അതുൽ PT 99.972% സ്കോറോടെ ഒന്നാമനായി. ആലപ്പുഴ സ്വദേശി ദേവാനന്ദ് 99.965 എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ സിദ്ധാർത്ഥ് 99.962% സ്കോർ നേടി 2-3 സ്ഥാനങ്ങളിലെത്തി. ഹാഫിസ് റഹ്മാൻ ഇല്ലിക്കോട്ടിൽ, അഖിൽ ജോസഫ്, അമൻ ജയേഷ്, റിച്ചാർഡ് MB, നെവിൽ സിബി, ഏബൽ സൈജു എന്നിവർ 99.9% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കി. പാലാ ബ്രില്യന്റിലെ 250-ലേറെ വിദ്യാർത്ഥികൾ 99% മുകളിൽ സ്കോർ നേടി. 98% മുകളിൽ സ്കോർ ചെയ്തത് 600ഓളം പേരാണ്. IIT, NIT, IIIT തുടങ്ങി രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിലെ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യന്റിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ. 24 കോട്ടയം. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.